Masters Academy of Professional Study. Masters Academy, Kallachi and Vadagara. അപ്പം അടുത്ത പറഞ്ഞു ലുനാറ്റിക് പേഴ്സൺ, ഇഡിയറ്റ്സ്, ലുനാറ്റിക്സ് ആൻഡ് ഡ്രങ്കാർഡ്സ്. ഇതാണ് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് പേഴ്സൺസ്. ഇഡിയറ്റ്സ്, ലുനാറ്റിക്സ് ആൻഡ് ഡ്രങ്കാർഡ്സ്. ഇതൊരു ചാപ്റ്ററാണ്. കപ്പാസിറ്റി ടു കോൺട്രാക്റ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ചാപ്റ്ററാണ്. ആ ടൈമിൽ ഞാൻ ഇതൊന്നുകൂടെ വിശദമായിട്ട് പറയും. അപ്പോൾ ഇഡിയറ്റ്സ്, ലുനാറ്റിക്സ്, ഡ്രങ്കാർഡ്സ്. ഡ്രങ്കാർഡിൻ്റെ കേസിൽ എന്താ? പകൽ നല്ല മാന്യനായിരിക്കും, കള്ളൊന്നും കുടിച്ചിട്ടുണ്ടാവില്ല. വൈകുന്നേരം ആകുമ്പോൾ കള്ളു കുടിച്ച് പിന്നെ ഇയാൾക്ക് ബോധം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ റോഡിലൊക്കെ കൂടെ വരുമ്പോൾ ഒക്കെ മാഹിയിലൊക്കെ കൂടെ വരുമ്പോൾ കാണാം റോഡ് സൈഡിൽ ചിലരൊക്കെ റോഡുമ്പോൾ കിടന്നിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? ഇവർ ബോധ മനസ്സിൽ എന്താ ഉണ്ടാവുക? വീട്ടിലെ കിടക്കയിലാണ് കിടന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബോധത്തോടെ ഇവർ ചെയ്യുന്നത്, റോഡിൻ്റെ മുകളിലാണ് കിടക്കുന്ന ബോധത്തോടെ ഇവർ ചെയ്യുമോ? ഇവരെന്താണ് പ്രവൃത്തി ചെയ്യുന്നത് ഇവർക്ക് തന്നെ അറിയുന്നില്ല. അപ്പോൾ ഡ്രങ്കാർഡ് ഒരു കുടിയനായി കുടിച്ച് ഉന്മത്തനായിരിക്കുന്ന അവസ്ഥ, ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേജ്. ഇൻ ദ സ്റ്റേജ് ഓഫ് ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേജിൽ അയാൾ ഏർപ്പെടുന്ന കോൺട്രാക്റ്റ് എന്തല്ല? വാലിഡ് കോൺട്രാക്റ്റ് അല്ല. അതേസമയം അയാൾ നല്ല ബോധത്തോടുള്ള അവസ്ഥയിൽ ഏർപ്പെടുന്ന കോൺട്രാക്റ്റ് ഒക്കെ വാലിഡ് കോൺട്രാക്റ്റ് ആണ്. പക്ഷേ അയാൾ കുടിച്ചുന്മത്തനായിരിക്കുന്ന അവസ്ഥയിൽ അയാൾ ഏർപ്പെടുന്ന കോൺട്രാക്റ്റ് അത് വാലിഡ് കോൺട്രാക്റ്റ് അല്ല. അപ്പോൾ മദ്യപിച്ച് മതോന്മത്തനായിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഏർപ്പെടുന്ന കോൺട്രാക്റ്റ് അതെന്തായിരിക്കില്ല? വാലിഡ് കോൺട്രാക്റ്റ് ആയില്ല. ആ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ പറയുന്ന ഇഡിയറ്റ്സ്, ലുനാറ്റിക്സ് ആൻഡ് ഡ്രങ്കാർഡ്സ്. ഇഡിയറ്റ്സ്, ലുനാറ്റിക്സ് ആൻഡ് ഡ്രങ്കാർഡ്. ഒന്നാമത്തെ നമ്മൾ ഏജിൻ്റെ ബേസിലായിരുന്നു, അത് മൈനർ. രണ്ടാമത്തത് മാനസിക നിലയുടെ അവസ്ഥയിലാണ്. അതിലാണ് പറയുന്നത് ഇഡിയറ്റ്സ് ഈസ് പെർമനൻറ്റ്, ലുനാറ്റിക് സാനിറ്റി പീരീഡിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, ഇൻസാനിറ്റി പീരീഡിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. പിന്നെയോ ഡ്രങ്കാർഡ്സിന് അയാളുടെ ഈ കുടിച്ചുന്മത്തനായിരിക്കുന്ന അവസ്ഥയിൽ അയാൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. ഫ്രീ കൺസെൻറ്റ്, സമ്മതം. ഫ്രീ കൺസെൻറ്റ്, സ്വതന്ത്രമായ സമ്മതം. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടണമെങ്കിൽ ദ കൺസെൻറ്റ് ഷുഡ് ബി എ ഫ്രീ കൺസെൻറ്റ് വിതൗട്ട് എനി കമ്പൽഷൻ. എപ്പോഴാണ് കൺസെൻറ്റ് ഫ്രീ കൺസെൻറ്റ് ആവുക? ആരുടെയും സമ്മർദ്ദമില്ലാതെ സ്വതന്ത്രമായിട്ടുള്ള ചിന്തയിൽ. ഞാനിപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇഫ് എ കോൺട്രാക്റ്റ് ഈസ് എൻറ്റേർഡ് ബൈ എ പേഴ്സൺ ബൈ ഫ്രീ കൺസെൻറ്റ്, സ്വതന്ത്രമായ സമ്മതത്തോടെയാണ് ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടണമെങ്കിൽ ആ കോൺട്രാക്റ്റ് വാലിഡ് കോൺട്രാക്റ്റ് ആണ്. ഇനി നമ്മൾ കൺസെൻറ്റ് അത് സ്വതന്ത്രമല്ല, ഇറ്റ് ഇസ് ബൈ കമ്പൽഷൻ. ആരെങ്കിലും എന്നെ നിർബന്ധിച്ചതുകൊണ്ട്, ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ടാണ് ഞാൻ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് എന്ന് തെളിയിക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് കോൺട്രാക്റ്റ് ബിക്കം എ വോയിഡ് കോൺട്രാക്റ്റ്. അപ്പോൾ കോൺട്രാക്റ്റ് അത് സ്വതന്ത്രമായ സമ്മതത്തോടെയുള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ മാത്രമേ അതെന്തായി മാറുള്ളൂ? അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആവുള്ളൂ. എ കോൺട്രാക്റ്റ് ബിക്കം വാലിഡ് ഇഫ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ ഫ്രീ കൺസെൻറ്റ് ഓഫ് എ പേഴ്സൺ. സ്വതന്ത്രമായ സമ്മതത്തോടെ, വിതൗട്ട് എനി കൈൻഡ് ഓഫ് കമ്പൽഷൻ. അപ്പോൾ നമുക്ക് അറിയാം എങ്ങനെയാണ് കമ്പൽഷൻ നേരിടുക, എങ്ങനെയാണ് ഒരാളോട് കമ്പൽ ചെയ്യുക. പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം വേണം, അച്ഛനോട് പറയാൻ പേടിയാണ്. നമ്മൾ അച്ഛനോട് പറയേണ്ട കാര്യം ആരോട് പറയാം? അമ്മയോട് പറഞ്ഞിട്ട് പറയും, അച്ഛനോട് പറയണേന്ന് പറയും. അച്ഛനെ പേടിയാണ്, അച്ഛനോട് നേരിട്ട് പറഞ്ഞാൽ പേടിയാണ്. അപ്പോൾ നേരിട്ട് പറയാൻ വേണ്ടിയിട്ട് ദ മദർ ഈസ് ആക്ടിങ് ആസ് എൻ ഏജൻറ്റ്. ഇനിയിപ്പോൾ കോളേജിൽ നിന്ന് ടൂറിന് പോകുന്നു, വീട്ടിൽ പോയി പറഞ്ഞു 3000 രൂപ വേണം, ടൂറിന് പോകണം. അമ്മ പറഞ്ഞു എന്ത് ചെയ്യുക, ഇവിടെ ഈ കോവിഡ് ഇത് തിന്നുവാൻ പൈസ ഇല്ല, അന്നേരം ടൂറിന് പോകുന്നത്, ഇനി അടങ്ങി ഇരുന്നു. അപ്പം നമ്മൾ ആകെ നിരാശ. ഇവിടെ നല്ലോണം പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഇവരൊന്നും കേൾക്കില്ല. അപ്പം പിന്നെ നമുക്ക് വെറുപ്പായി. അപ്പം അമ്മ എൻ്റെ വീട്ടിൽ നമ്മളെന്താ ആദ്യം ചെയ്യാവുന്ന കാര്യം എന്താ? നിസ്സഹകരണം. അമ്മ പറഞ്ഞു മോളെ അതിങ്ങോട്ടെടുത്താൽ എനക്കാവില്ല, അല്ലെ മോനെ അതിങ്ങോട്ടെടുത്തോ, അല്ലെ ഇത് ചെയ്യുന്ന പറയാം, വേറെ ആരോടും പറഞ്ഞേക്ക് എനക്കാവില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സഹകരണം. അപ്പം നമുക്കിതിൽ പ്രതിഷേധമുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ടൂറിന് പോകാനുള്ള പൈസ തരുന്നില്ല, ടൂറിന് പോകാൻ എന്നെ സമ്മതിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രതിഷേധമുണ്ടെന്ന് നമ്മൾ രേഖപ്പെടുത്താൻ എങ്ങനെയായിരിക്കും? നിസ്സഹകരണം. അപ്പോൾ നമ്മൾ നിസ്സഹകരണം നടത്തുമ്പോൾ നമ്മൾ കണ്ടിട്ട് നോക്കും, ഇങ്ങോട്ടല്ലോ എന്തെങ്കിലും യേശുന്നുണ്ടോ, അച്ഛൻ യേശുന്നുണ്ടോ, അമ്മക്ക് യേശുന്നുണ്ടോ നോക്കും. ഇത് ഏത് യേശുന്നില്ല എന്ന് കണ്ടു, അപ്പം നിരാശയോ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കടുപ്പിച്ചുള്ള നിലപാടെടുക്കും. എന്ത് ചെയ്യുക? നിരാഹാരം. എങ്ങനെ ഉണ്ടാവുക? ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ എനിക്ക് വേണ്ട, ഞാൻ കഴിക്കുന്നില്ല, ചത്തോട്ടെ, ഞാൻ കഴിക്കുന്നില്ല. അപ്പം നിരാഹാരം, അതൊരു നേരം കമ്പൽഷനാണ്. അപ്പം അമ്മ തോന്നി, ഓ ചെക്കനിത് ലേശം സ്ട്രോങ് ആണല്ലോ, അല്ലെ പെണ്ണിത് ലേശം സ്ട്രോങ് ആണല്ലോ എന്ന് തോന്നുന്നു. അപ്പോൾ പറയും എന്ത് ചെയ്യാം? ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പോൾ അച്ഛനോട് പറയും, ഓള് ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ,
ഇത്രയും ദിവസം വെറുപ്പ് പോലെയാണ് 2 നേരത്തെ അല്ലോ. ഇപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുന്നില്ല, എന്താ ഓളെ ക്ലാസ്സിൽ എല്ലാവരും കൂടെ പോകുന്നു എന്നാണ് പറയുന്നതായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും പോകുന്നതാണ് പറയട്ടെ, ഓൾ മാത്രമേ പോകാണ്ടുള്ളൂ അല്ലേ, ഓൻ മാത്രമേ പോകാണ്ടുള്ളൂ, അതുകൊണ്ട് നിങ്ങളൊന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ എല്ലാം ഉണ്ടാവും. ആടെ നിന്നോട്ടെ, കുറച്ച് ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കില്ല, അതങ്ങനെ അങ്ങ് പോട്ടെ എന്നൊക്കെ പറയും. അച്ഛൻ ലേച്ചോട്ട് സ്ട്രോങ് ആയിരിക്കും, പക്ഷെ അമ്മക്ക് ഉള്ളു പടക്കും. അപ്പോൾ അമ്മ ഇടക്കിടക്ക് വന്ന് നോക്കും, ഇവിടെ എന്താക്കുന്ന, എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ, എന്തെങ്കിലും ചെയ്തു കളിയോ. അപ്പോൾ വിളിച്ചിട്ടൊന്നും എന്തില്ല, കേൾക്കുന്നില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജ് നിരാഹാരം. അപ്പോൾ ഇത് ഓരോരോ സ്റ്റേജാണ് നമ്മളുടെ. ആദ്യം നിസ്സഹകരണം, അതായിട്ട് നമ്മൾ നിരാഹാരം. അപ്പോൾ നിരാഹാരം കിടക്കുമ്പോൾ നമ്മൾ നോക്കും, പഠിച്ചോനെ വയറ്റത്ത് കാണുന്നുണ്ട്, പക്ഷെ ഇവിടെ ഒന്നും ആകുന്നില്ല. എന്താ, അച്ഛനും ഒരു കുലുക്കയില്ല, അമ്മക്കൊരു കുലുക്കയില്ല. അവർ അവസാനം പറയും, പിന്നെ മോളെ ഇനി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ, ബാക്കിയെല്ലാം പിന്നെ പറയാം, ഭക്ഷണം കഴിച്ചോ, വേണ്ട ഞാൻ ചത്തോട്ടെ. ഇനിയിപ്പോൾ എങ്ങനെയാ ഇതിനേക്കാൾ നല്ല ചാകുന്നതാ, എല്ലാവരും പോകുന്നുണ്ട്, എന്നെ മാത്രം വിടുന്നില്ല, ഞാൻ ചത്തോട്ടെ, ഞാൻ ചത്താൽ ഞങ്ങൾക്ക് സമാധാനമാവുമല്ലോ, വെറുതെ പൈസ ഒന്നും പോയി പോകില്ലല്ലോ. അപ്പം അമ്മ മനസ്സിലായി ഇത് ലേശം കടുപ്പത്തിലാണ് കാര്യം. അപ്പോൾ അമ്മ അച്ഛനോട് പറയും, ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ അതിന് പെണ്ണെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ ചെക്കൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സങ്കടമായിരിക്കും, ആകെ അതാണേ ഉള്ളൂ. ഇനി പായിക്കുണ്ടെങ്കിൽ പിന്നെ നമ്മളെടുത്ത് എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, ഇനി പോന്നിട്ട് അങ്ങ് പോയി വിട്ട് നിങ്ങളെന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, നിങ്ങളെന്തിനാ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുക. അപ്പോൾ എനിക്കൊന്നും തിരിക്കില്ല, എൻ്റെ അടുത്ത് പൈസ ഇല്ല, ഒന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ഞാനിങ്ങനെയാണ് ഇതിങ്ങനെ എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ അച്ഛൻ പ്രയാസങ്ങൾ പറയുമ്പോൾ അവസാനം അമ്മ പറയും, ഒരു കാര്യം ഞാൻ ഇന്നാളത്തെ കൊണ്ടാച്ചൊരു പൈസ ഉണ്ട്, അതെടുത്തോട്ടെ, അവൾ പോയിക്കോട്ടെ, അല്ലെ ഓൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് മനസ്സിലാവും. അപ്പോൾ പിറ്റേന്ന് അപ്പോൾ നമ്മൾ കള്ളക്കളിയാണ്. നമ്മളിത് ഇപ്പം നിരാഹാരം ഉണ്ടെങ്കിലും വിശന്നിട്ടുണ്ടെങ്കിലും നമ്മളെന്ത് ചെയ്യുക, തടിക്ക് കൊടുത്തിട്ടല്ല. ഇത് നമ്മളൊരു നാടകമാണ്. നിസ്സഹകരണം, നിരാഹാരം, മരിച്ചുകളി എന്നൊക്കെ പറയാം. അതായത് നമ്മളിത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറയാണ്ട് നേരിട്ട് തന്നെ പറയാണ്ട്, ഞാൻ എന്താ എനിക്ക് ടൂറിന് പോകുമ്പോൾ പൈസ നിൽക്കില്ല, ഞാൻ മരിച്ചുകളി എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ അച്ഛൻ പറയും, എനിക്ക് ഏറ്റവും നല്ല അതാ, എന്നെ കൊണ്ട് കുറേ കാലം ഇങ്ങനെ ബുദ്ധിമുട്ട്, ഇനി മരിച്ചോളാം എന്ന് പറയും. അപ്പോൾ ഇത് ഓരോ സ്റ്റേജായിട്ട് പോകുമ്പോൾ മെല്ലെ എന്താ അത് ഇളക്കം തുടങ്ങും. അപ്പോൾ ഇവിടെ അമ്മയുടെ അച്ഛനെ സമ്മതം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്ത മെത്തേഡ്സ് എന്തൊക്കെയാണ്? നിസ്സഹകരണം, മെല്ലെ 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 അമ്മയെ എന്ത് ചെയ്യുക, വിഷമഘട്ടത്തിലേക്കാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അമ്മയും അച്ഛനെയും വിഷമഘട്ടത്തിലേക്കാക്കുന്നത്. വീണ്ടും ഓരെന്ത് ചെയ്യുക, ഭയങ്കര ഒരു കമ്പൽഷനിലേക്ക്, ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും, എന്നെ നിങ്ങൾ കാണൂല എന്നൊക്കെ പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ട് അവരിൽ നിന്ന് സമ്മതം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തൊരു മെത്തേഡ്, അവർ നമ്മൾ സമ്മർദ്ദപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചോദിക്കുന്നു, അച്ഛനും അമ്മയും പൂർണ്ണ മനസ്സോടെയാണോ നമുക്ക് സമ്മതം തന്നിരിക്കുന്നത്? അല്ല. എങ്ങനെയാ? നമ്മൾ കമ്പൽ ചെയ്തുകൊണ്ടാണ്. അവരുടെ മനസ്സിലേക്ക് നമ്മളൊരു വല്ലാത്തൊരു വിഷമം കുത്തിവെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നേടിയിരിക്കുന്ന കൺസെൻറ്റ്, ദാറ്റ് ഇസ് നോട്ട് എ ഫ്രീ കൺസെൻറ്റ്, ദാറ്റ് ഇസ് നോട്ട് എ ഫ്രീ കൺസെൻറ്റ്, സ്വതന്ത്രമായ സമ്മതമല്ല. ഇനി നല്ല കാര്യമാണെങ്കിൽ അച്ഛനും അമ്മ എന്ത് ചെയ്യും, സമ്മതമായിരിക്കും. കോളേജിൽ ഫീസ് അടക്കാൻ പറയുമ്പോൾ അച്ഛൻ പറയും, വിഷമം എന്നാലും ഒരു കൊടുക്കാണ്ടിരിക്കും. എങ്ങനെയാണ് കൊടുക്കണ്ടേ? കാരണം കുറേ ആൾക്കാർ കഷ്ടപ്പെടുന്നതല്ലേ, എൻ്റെ മോളല്ല എൻ്റെ മോനെ പഠിപ്പിക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഫീസ് കിട്ടണ്ടേ, ഒരിക്കൽ കൊടുക്കണ്ടേ. അപ്പോൾ അത് നല്ല മനസ്സോടെയാണ് തരിക. ചിലപ്പം രക്ഷിതാക്കൾ നല്ല മനസ്സോടെ എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികളെന്താവില്ല, നല്ല മനസ്സോടെ ഇവിടെ തരില്ല, അത് വേറെ കാര്യം. അപ്പം നമ്മൾ നല്ല മനസ്സോടെ, ഫ്രീ കൺസെൻറ്റ്, സ്വതന്ത്രമായ സമ്മതം. അപ്പം എയും ബിയും കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ എയും ബിയും, എ എന്നുള്ള പേഴ്സണും ബി എന്നുള്ള പേഴ്സണും ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവരവരുടെ സ്വതന്ത്രമായ സമ്മതത്തോടെയാണ്. ഫ്രീ കൺസെൻറ്റ്, സ്വതന്ത്രമായ സമ്മതത്തോടെയാണ്. സമ്മതം അത് ഫ്രീ കൺസെൻ്റ് ആണ്. ദ കൺസെൻറ്റ് ഈസ് ഫ്രീ കൺസെൻറ്റ്. രണ്ടു കൂട്ടർക്കും ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അതെന്ത് ചെയ്യുക, അത് എനിക്ക് നല്ലതിനാണ് എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കോൺട്രാക്റ്റിൽ ഏർപ്പെടും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നൊരു കാര്യം, അപ്പോൾ എങ്ങനെയാണ് കൺസെൻറ്റ് ഫ്രീ കൺസെൻറ്റ് ആവാത്തത്? അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ഫ്രീ കൺസെൻറ്റ്. കൺസെൻറ്റ് ഫ്രീ കൺസെൻറ്റ് ആവാത്തതിൻ്റെ ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നു കോയേഷൻ. COERCION, കോയേഷൻ. കോയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണൂല്ലേ, ഇപ്പോൾ നമ്മൾ സിനിമയെല്ലാം കാണുന്നത്, ഒരാൾ സമ്മതം നൽകുന്നില്ല, അയാൾ അടിക്കുക, അയാൾ അടിച്ചിട്ട് സമ്മതിപ്പില്ല, എഗ്രിമെൻ്റ് ഒപ്പിടുന്നില്ല, അയാൾ അടിച്ചിട്ട് അയാളെ ഗുണ്ടകളൊക്കെ കൂട്ടിക്കൊണ്ടുപോയി അടിക്കുകയൊക്കെ ചെയ്തിട്ട് അയാളെ കൊണ്ട് അവസാനം ഒപ്പിടിക്കുന്നു ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി. അയാൾ സ്വന്തമായ സമ്മതമാണോ? ഇപ്പം നമുക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഒരേക്കർ സ്ഥലമുണ്ട്, റോഡ് സൈഡിലാണ്. ആ സ്ഥലത്തിന് കുറേ കാലമായിട്ട് ഒരാൾ നോട്ടിട്ട് വെച്ചിരിക്കുന്നു, ഞാനത് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാനുമായിട്ട് എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ട് വിൽപ്പനക്കുള്ളൊരു കരാറിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് അയാൾ എന്നെ പല രീതിയിൽ ശ്രമിച്ചിട്ടും ആവുന്നില്ല. അവസാനം അയാൾ എൻ്റെ നേരെ ബലം പ്രയോഗിക്കുന്നു. ഈ ബലം പ്രയോഗിച്ചിട്ട് എന്നെ കുറേ ഗുണ്ടുകളൊക്കെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് അടിച്ചൊരു പരുവത്തിലാക്കി അവസാനം ഗതികെട്ടിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇയാൾക്ക് മുദ്രക്കടലാസിൽ സ്ഥലം വിൽക്കുന്നതായിട്ട് എഗ്രിമെൻ്റ് ഒപ്പിടുന്നു.
ഇവിടെ ഞാൻ അഗ്രിമെൻ്റ് ഒപ്പിടാത്ത എന്തുകൊണ്ടാണ്? അയാൾ പറയുന്ന വിലക്ക് ഈ സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാണ്. ആ സ്ഥലം ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ആ പ്രോപ്പർട്ടിയോട് ചിലപ്പോൾ എൻ്റെ തറവാട് വീട് സ്ഥലമായിരിക്കാം, ആ പ്രോപ്പർട്ടിയോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, അതുകൊണ്ട് വിൽക്കാൻ താല്പര്യമില്ല. പക്ഷേ എൻ്റെ ഈ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് എൻ്റെ പേരിൽ ബലം പ്രയോഗിച്ചിട്ട്, അപ്പോൾ കോയേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഉള്ള വേദന ഒരാളിലുണ്ടാകുന്ന ഏതെങ്കിലും രീതിയിലുള്ള പ്രവൃത്തി. അടിക്കുക എന്ന് പറഞ്ഞാൽ ശാരീരിക വേദനയാണ്. പക്ഷേ സ്വന്തം മകനെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യുക? അത് കിഡ്നാപ്പിംഗ്, അത് മാനസികമായിട്ടുള്ള വേദന ഉണ്ടാകുന്നു. അപ്പോൾ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ എന്നെപ്പറ്റി അയാൾക്ക് മാത്രം അറിയാവുന്നൊരു കാര്യം അത് ജനറൽ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് എത്തിക്കും. നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്ത് പേപ്പറിൽ കാണാറില്ലേ? ബ്ലാക്ക് മെയിൽ ചെയ്ത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുക, ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടുക, എന്നെ പറ്റിയിട്ട് അപവാദം ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, മോശമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട്, എനിക്ക് ഡിഫാമേഷൻ, എന്നെ അപകീർത്തിപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട്, എൻ്റെ മേലൊരു ശാരീരികമായിട്ടുള്ള ഒരു വേദന ഉണ്ടാക്കി, എന്നെ അടിച്ചു അല്ലെ വേദനിപ്പിച്ചു, അല്ലെ എന്നെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കൊന്നുകളി പറയുമ്പോൾ പുറത്തിറങ്ങുമോ? മറ്റേ ശക്തനാണെങ്കിൽ പുറത്തിറങ്ങുമോ? അയാൾ ഇതിനു മുമ്പ് ഇതുപോലെ ചെയ്തിട്ടെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമോ? ഇല്ല. അപ്പോൾ അയാളെ പേടിച്ചിട്ട് നമ്മൾ അയാളുമായിട്ട് കോൺടാക്റ്റിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഒരാളിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ വേദന ഉണ്ടാകാനുള്ള ഏതെങ്കിലും തരത്തിലൊരു പ്രവൃത്തി ഒരാൾ ചെയ്തുകൊണ്ടാണ് അയാൾ ഈ കോൺട്രാക്റ്റിൽ നിർബന്ധപൂർവ്വം ഉൾപ്പെടുത്തിയെങ്കിൽ ഹിസ് കൺസെൻറ്റ് ഇസ് നോട്ട് ഫ്രീ കൺസെൻറ്റ്, ഇറ്റ് ഈസ് ബൈ കൊയേഷൻ. രണ്ടാമത്തത് പറഞ്ഞ് കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്. കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ് നമുക്കറിയാം, സ്വാധീനം. അൺഡ്യൂ ഇൻഫ്ലുവൻസ്, എനിക്ക് മറ്റൊരാളുടെ സ്വാധീനം എനിക്കുള്ള എൻ്റെ നേട്ടത്തിന് ഉപയോഗിക്കാം. എനിക്ക് മറ്റൊരാളുടെ സ്വാധീനം എൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അൺഡ്യൂ ഇൻഫ്ലുവൻസ്, അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അപ്പോൾ എനിക്ക് മറ്റൊരാളുടെ സ്വാധീനമുണ്ട്, ആ സ്വാധീനം ഉപയോഗിച്ച് ഞാൻ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്നുള്ളത് നടക്കണമെങ്കിൽ ഇവിടെ പാർട്ടീസ്, എയും ബിയും രണ്ട് പാർട്ടീസാണ്. ഈ രണ്ട് പാർട്ടീസ് തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, ബന്ധുത്വമല്ല, എങ്ങനെയെങ്കിലും ബന്ധപ്പെട്ടിരിക്കണം, ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫ്ലുവൻസ്. ഇതിൽ വൺ പേഴ്സൺ ഈസ് ഇൻ എ പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വിൽ ഓഫ് ദ അതർ. ഒരാളുടെ മാനസിക വ്യാപാരത്തിന് മേലെ എൻ്റെ താല്പര്യങ്ങൾ ഇയാളിൽ അടിച്ചേൽപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അപ്പോൾ രണ്ട് കൂട്ടം എയും ബിയും തമ്മിലുള്ള രണ്ട് റിലേഷൻഷിപ്പ്, ഇതിൽ എ എന്നുള്ള ആൾക്ക് ബി എന്നുള്ള ആളുടെ മുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം, ഡോമിനേറ്റ് ദ വിൽ ഓഫ് ദ, ഇയാളുടെ താല്പര്യം എന്താണോ ആ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ഇയാളുടെ താല്പര്യം അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ബന്ധമായിരിക്കണം ഇവർ തമ്മിൽ. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഫിഡ്യൂഷ്യറി പൊസിഷൻ, എ ആൻഡ് ബി. ഇവിടെ ഇൻഫ്ലുവൻസ്, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണെങ്കിൽ ഇറ്റ് ഇസ് ഡിപ്പെൻഡ്സ് ഓൺ ദ റിലേഷൻഷിപ്പ് ഓഫ് ദ പാർട്ടീസ്. അതിലൊന്നാണ് പറയുന്നത് മാസ്റ്റർ സെർവൻറ്റ് റിലേഷൻഷിപ്പ്. യജമാനും ഭൃത്യനും. ഭൃത്യൻ ആർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്? യജമാനും വേണ്ടിയിട്ടല്ലേ. അപ്പോൾ യജമാനും പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ഭൃത്യൻ കേൾക്കും. അപ്പോൾ യജമാനും പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ഭൃത്യൻ കേൾക്കും എന്നുള്ളതുകൊണ്ട് ഭൃത്യൻ്റെ അടുത്ത് എന്ത് ചെയ്യാം? ഭൃത്യൻ്റെ പേരിൽ റോഡ് സൈഡിൽ ഒരു 5 സെൻറ്റ് സ്ഥലമുണ്ട്. ഈ സ്ഥലം എന്ത് ചെയ്യുക? സാധാരണഗതിയിൽ ഭൃത്യൻ കൊടുക്കില്ല. രാമ, നിനക്ക് ഞാൻ നിൻ്റെ ആ സ്ഥലമുണ്ടല്ലോ അതെനിക്ക് തരണം, പകരം നിനക്ക് ഇത്ര പൈസ ഞാൻ തരും. ഇയാൾ ജോലി ചെയ്യുന്ന യജമാനാ, ഈ ഭൃത്യനാണ്. ഇയാൾ പറയുന്നതെല്ലാം അനുസരിക്കാന്നുണ്ട് ഇയാൾ. അപ്പോൾ രാമൻ പറഞ്ഞു, അയ്യോ അത് രാമന് കൊടുക്കുന്നില്ല പ്രോപ്പർട്ടി. എന്തുകൊണ്ടാണ്? ഈ സാധനം ഇതിനേക്കാൾ യജമാനം പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഇരട്ടി വിലക്കുള്ള സാധനമാണ്, കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് നഷ്ടമായിരിക്കും. പക്ഷേ പറയുന്നത് ആരാ? യജമാനെ വെറുപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് ഇയാളും ഈ യജമാനും ഭൃത്യനും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ യജമാനൊരു ഫിഡ്യൂഷ്യറി പൊസിഷനിലാണ്. യജമാന് ഭൃത്യൻ്റെ മേലെ നല്ല സ്വാധീനമുണ്ട്. അതുകൊണ്ട് യജമാന് നേട്ടമുണ്ട്. ഇവിടെ ഈ 5 ലക്ഷം രൂപക്കുള്ള 5 ലക്ഷം രൂപയുടെ സ്ഥലമാണ്, 2 ലക്ഷം രൂപയ്ക്ക് എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ട് യജമാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭൃത്യൻ അനുസരിക്കും എന്നുള്ളത് കൊണ്ട്, സെർവൻ്റ് അനുസരിക്കും എന്നുള്ളതുകൊണ്ട് സെർവൻ്റിൻ്റെ മുകളിലുള്ള അധികാരം, സെർവൻ്റെ മുകളിലുള്ള പദവി, സെർവൻ്റെ മുകളിലുള്ള ബന്ധം അത് സ്വന്തം നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയുണ്ട് യജമാനും ഭൃത്യൻ തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ഇവിടെ കൺസെൻറ്റ് ഫ്രീ കൺസെൻ്റ് അല്ല. ചിലപ്പം ആയിരിക്കാം, പക്ഷേ യജമാന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ ദാറ്റ് ബിക്കം എ വോയിഡ് കോൺട്രാക്റ്റ്. ഇനി മാസ്റ്റർ സെർവൻ്റ് റിലേഷൻഷിപ്പ്, ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ്, ഇതുപോലെ റിലേഷൻഷിപ്പാണ് ഡോക്ടറും പേഷ്യൻറ്റും തമ്മിൽ. ഡോക്ടറെ അടുത്ത് അവർ നെഞ്ഞത്ത് വേദന ഉണ്ടായി, നമ്മൾ നേരെ ഡോക്ടറെ അടുത്ത് പോയി.
ഡോക്ടറെ പോയി ഇപ്പോൾ ഈ ഡോക്ടറെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, കാലങ്ങളായിട്ട് ഞാൻ ഈ ഡോക്ടറെ കാണിക്കാമെന്ന്. അപ്പോൾ ഡോക്ടറെ അടുത്ത് നെഞ്ഞ് വേദനയുണ്ടായിട്ട് പോയി കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്നൊരു ബൈപ്പാസ് ചെയ്യണം, ഇതൊരു ഗുളിക കൊണ്ടുപോകും അല്ലെങ്കിൽ എന്ത് ചെയ്യുക ചെറിയ മരുന്ന് കൊണ്ടുപോകുമെന്ന് ഡോക്ടർക്ക് അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗി എന്തും ചെയ്യും. ഡോക്ടർ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ നടത്തുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു എമർജൻസി ഓപ്പറേഷൻ ചെയ്യണം, വേറൊന്നും കൊണ്ട് രക്ഷയില്ല. അപ്പം ഞാൻ ഈ രോഗി വിശ്വസിക്കുന്ന ഒരു ഡോക്ടറാണ് പറയുന്നതെങ്കിൽ ഡോക്ടർ പറയുക എത്ര പൈസയാലും കുഴപ്പമില്ല ഡോക്ടറെ, പെട്ടെന്ന് ചെയ്യണം. അതേസമയം ഒരു 500 രൂപയുടെ മരുന്ന് കൊണ്ട് തീരുന്ന സാധനമാണ് 5 ലക്ഷം രൂപയുടെ ഓപ്പറേഷനായിട്ട് ആരും മാറ്റുന്നത്, ഡോക്ടർ മാറ്റുന്നത്. ഇനിയിപ്പോൾ ഡോക്ടറിൽ രോഗിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഡോക്ടർ പറയുന്ന ശരി ഞാൻ നോക്കിയിട്ട് നാളെയും മറ്റന്നാളെ വരാം എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡോക്ടറോടും കൂടെ പോയിട്ട് കാണിക്കും. അതേസമയം ഞാൻ കാലങ്ങളായിട്ട് കാണിക്കുന്ന ഡോക്ടറാണ്, ഈ ഡോക്ടർ പറഞ്ഞാൽ ഡോക്ടർ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിശ്വസിക്കുമ്പോൾ ഈ ഡോക്ടർ പറയാണ് എന്ത് ചെയ്യുക പെട്ടെന്ന് നമുക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ആ ഓപ്പറേഷൻസ് ചെയ്യാൻ നോക്കും. ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ രോഗി അനുസരിക്കും, രോഗിയുടെ മുകളിൽ എനിക്ക് അത്ര ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് ഡോക്ടർക്ക് തോന്നുന്നതുകൊണ്ട് ഡോക്ടറാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ രോഗിയുടെ മുകളിൽ ആ സ്വാധീനം ഉപയോഗിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെന്തല്ല, ഈ രോഗി കൊടുത്തിരിക്കുന്ന ഫ്രീ കൺസെൻറ്റ് അല്ല. എന്തുകൊണ്ടാണ്? ഡോക്ടർക്ക് രോഗിയുടെ മുകളിലുള്ള ഇൻഫ്ലുവൻസ് സ്വാധീനം ഉപയോഗിച്ച് ഡോക്ടർ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ്. അപ്പം ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് കോയേഷൻ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അപ്പോൾ ഒരാൾക്ക് ഒരു 1 person ഈസ് എ പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വിൽ ഓഫ് ദ അതർ. ഒരാൾ താഴെയും ഒരാൾ മേലെയും, താഴെക്കടയിലുള്ള ആളും മേലെക്കടയിലുള്ള ആളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. അപ്പോൾ അങ്ങനെ കുറേ സ്പിരിച്വൽ ഗുരു ഡിവോട്ടി. ഇപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുക ഒരു ഭക്തനാണ്, ഒരു ഏതെങ്കിലും ആശ്രമത്തിലെ സന്യാസിയുമായിട്ട് ഞാൻ എന്ത് ചെയ്യുക ഭയങ്കരമായിട്ട് സന്യാസിയായിട്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. സന്യാസി നിങ്ങളിങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, മന്ത്രവാദി വന്നിട്ട് വിശ്വസിപ്പിക്കുന്നു ഇന്നൊരു പൂജ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ മന്ത്രവാദി പറഞ്ഞാൽ ഇത് ചെയ്യാതിരിക്കാൻ പറ്റൂല എന്നുള്ളതുകൊണ്ടുള്ള പൈസയിലെടുത്തിട്ട് നമ്മൾ പൂജ ചെയ്യുന്നു. അപ്പോൾ മന്ത്രവാദി എന്ത് ചെയ്യുന്നു, അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനത്തെ റിലേഷൻഷിപ്പ് ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ഫിഡ്യൂഷ്യറി, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു വിശ്വാസത്തിൻ്റെ റിലേഷൻഷിപ്പ് ആവുകയാണ്. വിശ്വാസമാണ് അടിത്തറ. ആ റിലേഷൻഷിപ്പിൽ 1 person ഈസ് എ പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വിൽ ഓഫ് ദ അതർ. ഒരാൾ മറ്റൊരാളുടെ മുകളിൽ സ്വാധീനം ചെലുത്താനുള്ള കപ്പാസിറ്റിയിലാണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അതിൽ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് പേഴ്സൺസ് മിസ്റെപ്രസെൻറ്റേഷൻ. അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെൻറ്റേഷൻ. മിസ്റെപ്രസെൻറ്റേഷൻ അങ്ങനെ പറയുന്നത് റെപ്രസെൻറ്റേഷൻ. നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, ആ സ്റ്റേറ്റ്മെൻറ്റ് ഉത്തരവാദിത്വം എനിക്കാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് വായി തോന്നിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അടിച്ചു വിടുന്നുണ്ട്. ഇത് അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ ആദ്യം ആരാണോ അത് എന്ത് ചെയ്തിരിക്കുന്നത് വിട്ടിരിക്കുന്നത് അയാൾ ഒന്നാം പ്രതിയും, അത് ഷെയർ ചെയ്ത ഓരോരുത്തരും എന്താ പ്രതികളുമായിരിക്കും. എന്തുകൊണ്ടാണ്? ഞാനിപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ ഞാനെന്താ ചെയ്യുന്നത്, ഞാനിത് അംഗീകരിക്കുന്നുണ്ടല്ലേ, ഞാനിത് എനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടല്ലേ ഞാൻ മറ്റൊരാളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്കൊരു മെസ്സേജ് കിട്ടി, ആ മെസ്സേജ് വേറൊരാൾക്ക് സെൻഡ് ചെയ്തു. അയാളെ ചോദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അത് തെറ്റായി സംഭവിച്ചു. ആ സ്റ്റേറ്റ്മെൻറ്റ് ഉത്തരവാദിത്വം എന്താണ്? എനിക്കാണ്. അപ്പം ഞാനൊരു കാര്യം ഒരാളോട് പറയുന്നു, പിന്നീട് ബോധ്യപ്പെടുന്നു, അതെന്ത് ചെയ്യുന്നു, അത് തെറ്റാണ്. ഞാനിപ്പോൾ വടകര ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുന്നു. നിൽക്കുമ്പോൾ ഞാൻ കുറച്ച് നേരമായിട്ട് അവിടെ നിൽക്കുന്നതെന്നാണ് വേറൊരാളെ ധാരണ. ഞാൻ കുറച്ച് നേരമായി അവിടെ ഞാൻ ചുറ്റുപാട് ശ്രദ്ധിച്ചില്ല. അവരാണ് എന്നോട് വന്നു ചോദിച്ചു, പക്ഷേ 4 മണിക്ക് പോകേണ്ട മണിയൂരേക്കുള്ള ബസ് പോയെന്ന് ചോദിച്ചു. ഇപ്പോൾ ബസ്സല്ലേ ഇപ്പോൾ ഒരേ കളറാണല്ലോ, ഏത് ബസ് ശ്രദ്ധിച്ചില്ല. 4 മണിക്കുള്ള മണിയൂരേക്കുള്ള ബസ് പോയെന്ന് ചോദിച്ചു. ഞാൻ വെറുതെ സമയം നോക്കി നോക്കുമ്പോൾ 4:15, 4 മണിക്ക് പോകേണ്ട ബസ്സാണ്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു പോയി എന്ന് പറഞ്ഞു. 4 മണിക്ക് പോകേണ്ട ബസ് 4 മണിക്കല്ലേ പോകില്ലേ? 4 മണിക്ക് പോകേണ്ട ബസ് 4 മണിക്ക് തന്നെ പോവല്ലോ. അപ്പോൾ ഇയാൾ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അയ്യോ ഇനിയിപ്പോൾ 6 മണിക്കാണുള്ളൂ എന്നാലും പറ്റിങ്ങനെ നിൽക്കുകയെന്ന് അല്ലെങ്കിൽ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ കാണാം, ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ കാണാം 4 മണിക്ക് പോകേണ്ട ബസ് മെല്ലെ വരുന്നത്. അപ്പോൾ നോക്കിക്കും ബോർഡ് നോക്കിക്കും മണിയൂർ, ഇത് 4 മണിക്ക് പോകേണ്ട ബസ്സാണല്ലോ. അപ്പോൾ ഇത് പോയില്ലേ? ബസ്സിന് മുകളിൽ നോക്കിയിട്ട് അയാൾ അടുത്ത നിമിഷം എന്നെ നോക്കൂലേ, കള്ളാ പറ്റിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനെന്ത് അയാൾ നോക്കുന്നുണ്ടെ ഞാൻ മെല്ലെ മുങ്ങിക്കളഞ്ഞു. മുങ്ങി. എന്തുകൊണ്ടാ? ഞാൻ ഈ ബസ് പോയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല.
പക്ഷേ 4 മണിക്ക് പോകേണ്ട ബസ് നിർബന്ധമായും തീർച്ചയായിട്ടും 4 മണിക്ക് പോയിട്ടുണ്ടാവുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അയാൾ പറഞ്ഞു പോയി എന്ന് പറഞ്ഞു. അയാൾക്ക് ഊഹിച്ചൂടെ 4 മണിക്ക് പോകേണ്ട ബസ് 4:15 വന്നിക്കില്ലെങ്കിൽ പോയിക്കുണ്ടാവുന്നുള്ളിൽ. പക്ഷേ ബസ് ടയർ പഞ്ചറായിട്ട് കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലേറ്റായി പോയി, ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ 4 മണിക്ക് പോകേണ്ട ബസ് 4:15 വന്നു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ പറഞ്ഞിട്ട് ഇയാൾ ബസ്സിൻ്റെ കാത്ത് കണ്ട് ഒരു ജീപ്പോ ഓട്ടോറിക്ഷയോ വിളിച്ച് നാട്ടിൽ പോയി കഴിഞ്ഞ ശേഷം ബസ് വന്നാലുള്ള സ്ഥിതി എന്തായിരിക്കും? അയാൾക്ക് നഷ്ടം ഉണ്ടായില്ലേ? അത് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടാണല്ലോ നഷ്ടം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് തെറ്റായിട്ട് സംഭവിക്കുക. എ റെപ്രസെൻറ്റേഷൻ ബിക്കം റോങ് ആയിട്ട് സംഭവിക്കുന്നു. ഞാൻ ശരിയാണെന്ന് വിശ്വസിച്ച് നടത്തിയൊരു റെപ്രസെൻറ്റേഷൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു വാചകം അത് പിന്നീട് തെറ്റായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തത്തിന് എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതാണ് നമ്മളെന്ത് പറയുന്നത്, മിസ്റെപ്രസെൻറ്റേഷൻ. ഈ മിസ്റെപ്രസെൻറ്റേഷൻ തന്നെ 2 തരത്തിലുണ്ടാവാം. വിൽഫുൾ മിസ്റെപ്രസെൻറ്റേഷൻ ആൻഡ് ഇന്നസെൻറ്റ് മിസ്റെപ്രസെൻറ്റേഷൻ. ആൻഡ് ഇന്നസെൻറ്റ് മിസ്റെപ്രസെൻറ്റേഷൻ ഈസ് നോർമലി കോൾഡ് മിസ്റെപ്രസെൻറ്റേഷൻ. ഇനി വിൽഫുൾ മിസ്റെപ്രസെൻറ്റേഷൻ, അറിഞ്ഞുകൊണ്ട് വിൽഫുൾ മിസ്റെപ്രസെൻറ്റേഷൻ, അറിഞ്ഞുകൊണ്ട് ഒരാളെ ചതിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുക. അത് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, അശ്വത്ഥാമ ഹതകുഞ്ചര. അശ്വത്ഥാമാവ് മരിച്ചിട്ടില്ലെങ്കിൽ, കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ ദ്രോണാചാര്യരെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ദ്രോണാചാര്യർ ഇവരുടെ ഒക്കെ ഗുരുവാണ്. അപ്പം ദ്രോണാചാര്യർ യുദ്ധത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ദ്രോണാചാര്യരെ മാനസികമായിട്ട് ക്ഷീണിപ്പിക്കണമെങ്കിൽ അയാൾക്ക് ഏറ്റവും വലിയ വീക്ക്നെസ് അയാളുടെ മകനായിരുന്നു. മകൻ എന്ത് ചെയ്തു, ഈ പക്ഷത്തുണ്ട്. അപ്പോൾ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ മാത്രമേ ദ്രോണരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കീഴ്പ്പെടുത്താൻ പറ്റൂ എന്നുള്ള അറിഞ്ഞിട്ട് കൃഷ്ണൻ എന്ത് പറയുന്നതാണ്, അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് സത്യസന്ധനായിട്ടുള്ള യുധിഷ്ഠിരനോട് പറയുന്നു. യുധിഷ്ഠിരൻ അത് പറയും. യുധിഷ്ഠിരൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നില്ല, യുധിഷ്ഠിരൻ ഇന്നേ വരെ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, തെറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ യുധിഷ്ഠിരൻ പറയുന്നത് എന്ത് ചെയ്യുക, ഞാൻ കളവ് പറയില്ല. പക്ഷേ യുദ്ധത്തിൽ ജയിക്കണം, കൗരവരും പാണ്ഡവരും നമ്മൾ യുദ്ധം ജയിക്കണമെങ്കിൽ എന്തുണ്ടാണ്, യുധിഷ്ഠിരൻ ഇത് പറഞ്ഞേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ദ്രോണരെ കീഴ്പ്പെടുത്താൻ പറ്റില്ല, നമ്മൾ തോൽക്കും. അങ്ങനെ അവസാനം ഒരു ആനയ്ക്ക് പേരിട്ടു, എന്ത്, അശ്വത്ഥാമാവ്. എന്നിട്ട് ആനയെ കൊന്നിട്ട് എന്ത് പറഞ്ഞു, അശ്വത്ഥാമാവ് മരിച്ചു എന്ന് യുധിഷ്ഠിരനോട് പറയുന്നു. യുധിഷ്ഠിരൻ പറയുന്നു, അശ്വത്ഥാമാവ് മരിച്ചു. അപ്പോൾ ഇത് കേൾക്കുന്നത് ദ്രോണർ ഞെട്ടുന്നു, അശ്വത്ഥാമ ഹത. പക്ഷെ ഈ യുധിഷ്ഠിരൻ സത്യം മാത്രമേ പറയുന്നുള്ളൂണ്ട് ഒരു ഭാഗം ഹത കുഞ്ചര, ആനയാണ് എന്ന് അവസാനം പറയുന്നു. അതാ കുഞ്ചര, അശ്വത്ഥാമാവ് മരിച്ചു, അതൊരാനയായിരുന്നു, അത് ആനയായിരുന്നു എന്നുള്ള കേട്ടിട്ടില്ല ആര്, ഇയാൾ ദ്രോണാചാര്യർ കേട്ടിട്ടില്ല. ദ്രോണാചാര്യർ തകർന്നു പോയി, ഒരു നേരം ശ്രദ്ധ മാറി ദ്രോണരെ കീഴ്പ്പെടുത്തി. അതാണ് ചരിത്രം ഇത് പറയുന്നത്, നമ്മുടെ മിത്തുകളിൽ പറയുന്നത്. അപ്പം അതേപോലെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബിക്കം റോങ്, തെറ്റാണെന്ന് സംഭവിക്കുന്നു. ദാറ്റ് മേ ബി ആൻ ഇന്നസെൻറ്റ് റെപ്രസെൻറ്റേഷൻ. ശരിയാണെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ നടത്തിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആവാം, അല്ലെങ്കിൽ തെറ്റാണെന്നുള്ള ബോധ്യത്തോടെ നമ്മൾ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് ഒന്നുകിൽ ശരിയല്ലേ തെറ്റ്. ശരിയാണെന്ന് നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് പിന്നീട് തെറ്റായി സംഭവിച്ചു, അത് മിസ്റെപ്രസെൻറ്റേഷനാണ്. ഇനി തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റാണെന്ന് എനിക്ക് ഉറപ്പ് ബോധ്യമുള്ളൊരു കാര്യം ഞാൻ എന്ത് ചെയ്യുന്നു, ശരിയാണെന്ന് മറ്റൊരാളെ വിശ്വസിപ്പിക്കുന്നു. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന അത് പിന്നീട് തെറ്റായിട്ട് സംഭവിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം എനിക്ക് ഒഴിഞ്ഞു വരാൻ പറ്റില്ല. ഒന്ന് വിൽഫുള്ളാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ തന്നെ എനിക്കറിയാം ഇറ്റ് ഈസ് റോങ്. ഇവിടെ പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ എനിക്കറിയില്ല, ഇറ്റ് മേ റോങ്. ചിലപ്പോൾ അത് തെറ്റായിരിക്കാം, ചിലപ്പം ശരിയായിരിക്കാം. ശരിയാണെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നടത്തുന്നത്. ഞാൻ വിചാരിക്കും നാളെ വെള്ളിയാഴ്ചയാണ്, അല്ലെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയാണെന്നുള്ള ധാരണ, ഇന്ന് വ്യാഴാഴ്ചയായിരുന്നു, നാളെ ക്ലാസ്സില്ല എന്ന് പറയുന്നത്. ശനിയാഴ്ച ക്ലാസ് ഉണ്ടായില്ല, ഞാൻ എൻ്റെ ധാരണ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ ക്ലാസ്സില്ല. അപ്പോൾ മറ്റേ ചോദിച്ചു നാളെ ക്ലാസ്സില്ല, ആര് പറഞ്ഞു നാളെ ക്ലാസ്സില്ല? അപ്പോൾ എന്ത് ചെയ്തു, നാളെ ക്ലാസ്സില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ വന്നില്ല. മറ്റേ ആൾ എൻ്റെ പറഞ്ഞത് കേട്ട മറ്റേ ആൾ വന്നില്ല. പിറ്റേന്ന് അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു അഞ്ഞ് പറഞ്ഞ അത് ഷാജി മാഷ് പറഞ്ഞു നാളെ ക്ലാസ്സില്ല. ഓ മാഷ് അങ്ങനെ പറഞ്ഞോ? അപ്പോൾ ഞാൻ അപ്പോൾ അയ്യോ ഞാനങ്ങനെ പറഞ്ഞല്ലേ, എന്ത് ചോദിച്ചാൽ എനിക്ക് തെറ്റ് വരുമ്പോൾ ഞാൻ വിചാരിച്ചു വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച എന്നുള്ള ധാരണയിലാണ് ഞാൻ പറഞ്ഞത് നാളെ ക്ലാസ്സില്ല. അതേസമയം നാളെ ഇവൻ വരരുത്, ഇവൻ വരാണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, നാളെ ക്ലാസ്സിൽ നിനക്കറിയാം, നാളെ ഇവൻ വരാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവനാ നിഖിൽ മാഷോ ആരെങ്കിലും നല്ലോണം ശിക്ഷിക്കണം എന്നുള്ള ധാരണ ഞാൻ പറയുകയാണ് നാളെ ക്ലാസ്സില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് മറ്റേ ആൾ വന്നില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിരിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ തെളിയിക്കപ്പെട്ടു. ഞാൻ ഇയാളെ ചതിക്കണം, ഇയാൾക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെയാണ് ഞാൻ പറയാം. അതൊരു വിൽഫുൾ മിസ്റെപ്രസെൻറ്റേഷൻ ആണ്. എ വിൽഫുൾ മിസ്റെപ്രസെൻറ്റേഷൻ ഈസ് കോൾഡ് ഫ്രോഡ്. വഞ്ചന എന്ന് പറയും. എ വിൽഫുൾ മിസ്റെപ്രസെൻറ്റേഷൻ ഈസ് കോൾഡ് ഫ്രോഡ്. അപ്പോൾ നമ്മൾ കൺസെൻറ്റ് ബിക്കം ഫ്രീ കൺസെൻറ്റ്, സ്വതന്ത്രമായ സമ്മതമാണ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ത്രൂ കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെൻറ്റേഷൻ ആൻഡ് ഫ്രോഡ്. കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെൻറ്റേഷൻ ആൻഡ് ഫ്രോഡ്. ഈ 4 വഴികളിൽ കൂടെ അല്ല ഒരാളുടേത് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ഒരാളുടെ സമ്മതം നേടിയിരിക്കുന്നത് എങ്കിൽ ഇതെന്തെയാണ്? വാലിഡ് കോൺട്രാക്റ്റ് ആണ്. ഇതിലേതെങ്കിലും ഒരു വഴിയിൽ കൂടിയാണെങ്കിൽ ദ കൺസെൻറ്റ് ഈസ് നോട്ട് ഫ്രീ കൺസെൻറ്റ്, സോ ദ കോൺട്രാക്ട് നോട്ട് ബിക്കം എ വാലിഡ് കോൺട്രാക്ട്. അപ്പം ഇപ്പം നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത് 6 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 6 പോയിന്റ്സ് ആയി. ഇനി ഒരു പോയിന്റ് നമ്മളടുത്ത് പറയുന്നത് ലോഫുൾ ഓബ്ജക്റ്റ്. ലോഫുൾ ഓബ്ജക്റ്റ്. ലോഫുൾ ഓബ്ജക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. കൺസിഡറേഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്ത് ചെയ്യുക? ഓബ്ജക്റ്റ്. ഈ ഓബ്ജക്റ്റും കൺസിഡറേഷനും എന്ത് ചെയ്യുന്നു? പരസ്പരം പൂരകങ്ങളാണ്, ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളിൽ എ എന്നുള്ള ആൾ ബി എന്നുള്ള ആൾക്ക് കാറ് വിൽക്കുന്നു. പകരം ഈ ബി എന്ത് ചെയ്യുന്നത്? 2 lakhs rupees കൊടുക്കുന്നു. ഈ 2 lakhs എന്നുള്ളത് എക്കുള്ള കൺസിഡറേഷനാണ്. കാർ എന്നുള്ളത് ബിയുടെ കൺസിഡറേഷനാണ്. ഇത് തന്നെയാണ് ഓബ്ജക്റ്റ്. വാട്ട് ഈസ് ദ ഓബ്ജക്റ്റ് ഓഫ് ദിസ് കോൺട്രാക്ട്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോൺട്രാക്ട്? കാറ് വിൽക്കുക എന്നുള്ള ലക്ഷ്യത്തോടല്ലേ? കാറിന് വേണ്ടിയിട്ടാണ് ഈ കോൺട്രാക്ട്. കാറിന് വേണ്ടി കൊടുക്കുന്ന കൺസിഡറേഷനാണിത്. ഇവിടെ ഈ 2 ലക്ഷം രൂപ എന്നുള്ള ഇയാളുടെ കൺസിഡറേഷനാണ്. ഇതെന്താണ്? ഇത് ഇയാളുടെ കൺസിഡറേഷനാണ്. അപ്പോൾ കൺസിഡറേഷനും ഓബ്ജക്റ്റും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരാളുടെ കൺസിഡറേഷൻ മറ്റൊരാൾക്കുള്ള ഓബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്, ദാറ്റ് പർപ്പസ് മസ്റ്റ് ബി എ ലോഫുൾ പർപ്പസ്. അപ്പോൾ ഓബ്ജക്റ്റ് മറ്റൊരു വിധത്തിൽ നമുക്ക് പറയാം പർപ്പസ്, ഓബ്ജക്റ്റ്. അപ്പോൾ എന്താണോ, എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്, അതിനെയാണ് നമ്മൾ പറയുന്നത് ഓബ്ജക്റ്റ് ഓഫ് ദ കോൺട്രാക്റ്റ്. ഓബ്ജക്റ്റ് ഓഫ് ദ കോൺട്രാക്റ്റ് മസ്റ്റ് ബി ലോഫുൾ. ഓബ്ജക്റ്റ് ഓഫ് ദ കോൺട്രാക്റ്റ് മസ്റ്റ് ബി ലോഫുൾ. നിയമവിധേയമായിരിക്കണം. നിയമവിധേയമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ഒരു കാര്യത്തിന് വേണ്ടി നിയമവിധേയമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഏർപ്പെടുന്ന കോൺട്രാക്റ്റ് മാത്രമേ എന്താവുള്ളൂ, വാലിഡ് കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ നിയമവിധേയമല്ലാത്ത കോൺട്രാക്ട്സ് ഏതൊക്കെയാണ്? നിയമവിധേയമല്ല. ഓബ്ജക്റ്റ് നിയമവിധേയമല്ല. ഇവിടെ ഇപ്പോൾ ഞാൻ കാറിന് പകരം 2 ലക്ഷം രൂപ കൊടുക്കുന്നു. നമ്മളിപ്പോൾ പേപ്പറിലൊക്കെ കാണുന്ന പോലെ എന്ത് ചെയ്യുക? ലഹരിക്ക് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്റ്റ് ആണ്. നമ്മൾ പറയല്ലേ കഞ്ചാവിന് വേണ്ടിയിട്ടാണ് കോൺട്രാക്റ്റ്. കഞ്ചാവ് വിൽപ്പന, എയും ബിയും തമ്മിൽ കഞ്ചാവ് വിൽപ്പനയാണ്. 2 ലക്ഷം രൂപ എന്ന് പറയുന്നത് നിയമവിധേയമല്ലേ? പക്ഷെ ഇവിടെ ഓബ്ജക്റ്റ് എന്താണ്? കഞ്ചാവ് വിൽപ്പനയാണ്. കഞ്ചാവ് വിൽപ്പന എന്ത് ചെയ്യുന്നു? ഈ നാർക്കോട്ടിക് ആക്ട് പ്രകാരം ഇതെന്ത് ചെയ്യുന്നു? ഇത് പ്രൊഹിബിറ്റഡ് അണ്ടർ IPC. നാർക്കോട്ടിക് ആക്ട് പ്രകാരം ഇത് വിൽപ്പന എന്താണ്? നിയമവിരുദ്ധമാണ്. അപ്പോൾ ഇവിടെ ഓബ്ജക്റ്റ്, കഞ്ചാവ് വിൽപ്പനയാണ് ഓബ്ജക്റ്റ്, കൊടുക്കുന്ന പൈസ അല്ല. അപ്പോൾ ഒരു ഓബ്ജക്റ്റിൻ്റെ നിയമവിധേയമല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന കൺസിഡറേഷനും എന്തായിരിക്കില്ല? നിയമവിധേയമായിരിക്കില്ല. അപ്പോൾ ഓബ്ജക്റ്റ് ഓഫ് ദ കോൺട്രാക്ട് മസ്റ്റ് ബി ലോഫുൾ ഓബ്ജക്റ്റ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു നിയമം തെറ്റ് എന്ന് അനുശാസിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ ദാറ്റ് ഓബ്ജക്റ്റ് ഈസ് നോട്ട് എ ലോഫുൾ ഓബ്ജക്റ്റ്. ദാറ്റ് ഓബ്ജക്റ്റ് ഈസ് നോട്ട് എ ലോഫുൾ ഓബ്ജക്റ്റ്. അപ്പോൾ ഓബ്ജക്റ്റ് അതെന്തായിരിക്കണം? ലോഫുൾ ഓബ്ജക്റ്റ് ആയിരിക്കണം. ലോഫുൾ ഓബ്ജക്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ കോൺട്രാക്റ്റ് എന്താവുള്ളൂ? വാലിഡ് കോൺട്രാക്റ്റ് ആവുള്ളൂ. ദ നെക്സ്റ്റ് പോയിന്റ്, അതേ കാര്യം തന്നെയാണ് അടുത്ത് പറയുന്നത്. ലോഫുൾ ഓബ്ജക്റ്റ് ലോഫുൾ ആണെന്ന് പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു an agreement, it should not be declared as void. Should not be declared as void. Should not be declared as void. ചില കേസിൽ ഗവൺമെൻറ് പറയുന്നുണ്ട് ഇന്നേ കാര്യത്തിന് വേണ്ടിയിട്ട് ഏർപ്പെട്ടിരിക്കുന്ന കോൺട്രാക്ട്സ് ഒക്കെ വോയിഡ് കോൺട്രാക്ട്. അതിലൊരു ഉദാഹരണം പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ കഞ്ചാവിൻ്റെ ചില അഗ്രിമെൻറ്റ്സ് അത് വോയിഡ് അഗ്രിമെൻറ്റ്സ് ആണ് എന്ന് ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ ഏർപ്പെടാൻ പറ്റില്ല. അതിൽ ഒന്നാന്ന് പറഞ്ഞു വെച്ചാൽ റെസ്ട്രെയിനിങ് ഓഫ് എ മാരേജ്.
ഒരാളുടെ വൈവാഹിക ബന്ധം തകർക്കാനുള്ള കോൺട്രാക്ട്. ഒരാളിപ്പോൾ നല്ല രീതിയിൽ വിവാഹബന്ധം നടത്തി പോന്നു, അയാളുടെ വൈവാഹിക ബന്ധം അയാളുടെ ഭാര്യയോട് അല്ലെങ്കിൽ അയാളോട് എനിക്ക് വെറുപ്പുണ്ട്. അപ്പോൾ അയാളുടെ വിവാഹബന്ധം തകർക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരാളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. ഇവിടെ പൈസ കൊടുക്കാം, കാര്യങ്ങൾ ചെയ്യാം, അയാൾ രണ്ടു കൂട്ടരും കൺസിഡറേഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ ചെയ്യാൻ പാടില്ലാതാണ്. ഒരാൾ മാരിറ്റൽ സ്റ്റാറ്റസ് ഈസ് എ റൈറ്റ് ഓഫ് എ പേഴ്സൺ. വിവാഹബന്ധം നയിക്കാനും വിവാഹിതനായി ജീവിക്കാനും ഉള്ളത് അവകാശം ഏതൊരു വ്യക്തിക്കുള്ളതാണ്. അപ്പോൾ ഒരാളുടെ വൈവാഹിക ബന്ധം തകർക്കാൻ വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് തരില്ല, ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് ഡിക്ലെയർഡ് ആസ് വോയിഡ്. റെസ്ട്രെയിൻ ഓഫ് ട്രേഡ്. ഒരാളുടെ വ്യാപാരം കച്ചവടം നല്ല രീതിയിൽ കച്ചവടം നടന്ന ഒരാളാണ്, അയാളോട് പറയുകയാണ് അയാളുടെ അവിടെ എന്ത് ചെയ്യണം, ഭക്ഷണത്തിൽ എന്തെങ്കിലും കൊണ്ടുപോയിട്ടിട്ട് ആ ഇത് തകർക്കണം, വ്യാപാരം തകർക്കണം. അതെന്ത് ചെയ്യുക, അത് ഡിക്ലെയർഡ് ആസ് വോയിഡ് ആണ്. അങ്ങനെ നിയമം അനുശാസിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നേ കാര്യങ്ങൾ ചെയ്യരുത്, ഇന്നേ കാര്യങ്ങൾ ഏർപ്പെടുന്ന കോൺട്രാക്ട്സ് ഒക്കെ വോയിഡ് കോൺട്രാക്റ്റ് ആയിരിക്കും. അങ്ങനെ വോയിഡ് കോൺട്രാക്റ്റ് ആയിരിക്കുന്നു ഓൾറെഡി പ്രഖ്യാപിച്ചിരിക്കുന്ന കോൺട്രാക്ട്സ് ഒക്കെ. അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് ബിക്കം എ വാലിഡ് കോൺട്രാക്ട്. ഇറ്റ് ഷുഡ് നോട്ട് ബിക്കം എ വാലിഡ് കോൺട്രാക്ട്. ഇനി അടുത്ത പോയിന്റ്, 9ാമത്തെ പോയിന്റ്, പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. Possibility of performance. That's important. What do you mean by possibility of performance of a contract? Possibility of performance of a contract. എന്താണ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട്? നമ്മൾ പേപ്പറിലൊക്കെ ധാരാളം വാർത്തകൾ കാണാറുണ്ട്. നിധി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സിദ്ധൻ വഞ്ചിച്ചു, 2 ലക്ഷം രൂപ തട്ടിക്കൊണ്ടുപോയി, തട്ടിയെടുത്തു, പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ വാർത്ത കാണാം. നമ്മൾ ഈ മലബാർ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ സിദ്ധന്മാർ നിധി കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൂജ നടത്തിക്കഴിഞ്ഞാൽ നിധി കിട്ടും, ഈ സ്ഥലത്തിൻ്റെ അടിയിൽ നിധി കുഴിച്ചിട്ടിട്ടുണ്ട്, ഞാനത് നിങ്ങൾ കണ്ടെത്തരാം. അതിമോഹമാണ് ഓരോരുത്തരുടെ. അപ്പോൾ ഈ നിധി എന്ന ട്രഷർ എന്ന് പറയുന്നതൊക്കെ എന്താ വെച്ചാൽ ഒരു സങ്കല്പമാണ്. നിധിയുണ്ട്, അപ്പോൾ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു 2 ലക്ഷം രൂപ നിങ്ങൾ എനിക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് ചെയ്യുക, നിധി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നു. അത് പോസിബിലിറ്റി ഇല്ല. പെർഫോം ചെയ്യാൻ പറ്റില്ല. 2 ലക്ഷം രൂപ അയാൾക്ക് തരാൻ പറ്റും, പക്ഷേ അയാൾക്ക് ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ നിധി കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അതൊരു ഫ്രോഡാണ്. നിധി കാണിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഇമ്പോസിബിൾ ടു പെർഫോമൻസ്. പെർഫോം ചെയ്യാൻ ഇമ്പോസിബിൾ ആണ്. ഞാനിപ്പോൾ പറയുകയാണ്, എന്ത് ചെയ്യാം, ഒരു കാര്യം പറയാണ്, ഞാനിപ്പോൾ ഒരാൾക്കൊരു വാഗ്ദാനം കൊടുക്കുന്നു. ഐ ആം റെഡി ടു മാരി മൈ ഡോട്ടർ ടു യു if it rains on that day. ഇമാസം പറയും, ഇപ്പം മഴക്കാലമല്ല, ഇപ്പം പറയാം നവംബർ 30-ാം തീയതി മഴ പെയ്യുകയാണെങ്കിൽ എൻ്റെ മകളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാം. കണ്ടീഷനിലാണ്. മഴ പെയ്യോ പെയ്യാതിരിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അങ്ങനെ ഒരു കോൺട്രാക്റ്റിലൊന്നും ഏർപ്പെടാൻ പറ്റില്ല. ഇമ്പോസിബിൾ ടു പെർഫോമൻസ്. ഇനി പെയ്ത് കഴിഞ്ഞാൽ ചെയ്യണം, കണ്ടീഷനിലാണ്. പക്ഷെ അങ്ങനെ നമ്മളിപ്പോൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ സച്ച് കോൺട്രാക്ട്സ് ആർ നോട്ട് വാലിഡ് കോൺട്രാക്ട്. ട്രഷർ, നിധി, എന്തെങ്കിലും എന്ത് ചെയ്യാം, പ്രേതത്തെ ഒഴിപ്പിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. ഇത് ഒഴിപ്പിച്ച് തരും, പ്രേതവും ഇല്ല, ഒരു സാധനം ഇല്ല, നമുക്കറിയാം. ഇമ്പോസിബിൾ ടു പെർഫോം ആണ്. അപ്പോൾ പെർഫോമൻസ് ഇമ്പോസിബിൾ ഇഫ് എനി കോൺട്രാക്ട്. ഇപ്പോൾ നമ്മൾ പറയാം 10,000 രൂപ എന്ന് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, ഇന്ന് സൂര്യനെ മറച്ചു തരാം. നടക്കുന്ന കാര്യമാണോ? ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. അപ്പം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണോ, ദാറ്റ് ഷുഡ് ബി പോസിബിൾ ടു പെർഫോം. ദാറ്റ് ഷുഡ് ബി പോസിബിൾ ടു പെർഫോം. പെർഫോമൻസ് പോസിബിൾ ആയിരിക്കണം. ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. ആൻഡ് ദ വെരി ലാസ്റ്റ് പോയിന്റ്, ദ 10th പോയിന്റ്, ലീഗൽ ഫോർമാലിറ്റീസ്. ലീഗൽ ഫോർമാലിറ്റീസ്. ചില അഗ്രിമെൻറ്റ്സിലൊക്കെ നമ്മൾ പറയും അത് ഇത്ര രൂപയുടെ മുദ്രക്കടലാസിലായിരിക്കണം. നമ്മൾ സ്ഥലം വിൽപ്പന കരാർ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. വാക്കാൽ പറഞ്ഞാൽ പോരാ. ഞാനിപ്പോൾ എൻ്റെ പേരിലുള്ള ഒരു പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ ആ വിൽപ്പന കരാർ നമ്മൾ എന്ത് ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്തിരിക്കണം രജിസ്റ്റർ ഓഫീസിൽ. ഇന്നേ സ്ഥലത്ത് അതിലുള്ള സ്ഥലം ഇത്ര രൂപയ്ക്ക് ഞാൻ വിൽപ്പന നടത്തിയിരിക്കുന്നു. അത് രജിസ്റ്റർ ചെയ്യണം. അതൊരു ലീഗൽ ഫോർമാലിറ്റിയാണ്. അത് മുദ്രക്കടലാസ്, വെള്ളക്കടലാസ് എഴുതിയാൽ പോലെ മുദ്രക്കടലാസ് എഴുതിയിരിക്കണം. ഞാനിപ്പോൾ എൻ്റെ ഒരു വണ്ടി മറ്റൊരാൾക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ഓണർഷിപ്പ് ടൈറ്റിൽ അത് RTO ഓഫീസിൽ മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ പെർഫോമൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീഗൽ സർട്ടൻ എഗ്രിമെൻറ്റ്സ് ഹാവ് ലീഗൽ ഫോർമാലിറ്റീസ്. അത്
ഫുൾ ആവണമെങ്കിൽ, പെർഫോമൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്തിരിക്കണം, അത് പാലിച്ചിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് 10 എസെൻഷ്യൽ കണ്ടീഷൻസ്. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുന്നു, ഡിഫൈൻ കോൺട്രാക്റ്റ്, വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. ആ 10 എസെൻഷ്യൽ കണ്ടീഷൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 10 എസെൻഷ്യൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടെങ്കിൽ മാത്രമേ an agreement become a valid contract. കോൺട്രാക്റ്റ് തന്നെ 3 തരത്തിലുണ്ട്. വാലിഡ് കോൺട്രാക്റ്റ് ഉണ്ട്, വോയിഡ് കോൺട്രാക്റ്റ് ഉണ്ട്, വോയിഡബിൾ കോൺട്രാക്റ്റ് ഉണ്ട്. വാലിഡ് കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ അതാണ് യഥാർത്ഥ കോൺട്രാക്റ്റ്. വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുന്നില്ലെങ്കിൽ അതൊരു വോയിഡ് കോൺട്രാക്റ്റ് ആണ്. ചില കോൺട്രാക്ട്സ് ഇപ്പം വാലിഡ് അല്ല, ഇപ്പം വാലിഡോ വോയിഡോ ആവുമെന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് മേ ബിക്കം വാലിഡ് ഓർ ദാറ്റ് മേ ബിക്കം വോയിഡ്. അങ്ങനെയുള്ള കോൺട്രാക്റ്റ് നമ്മളെന്ന് പറയുക വോയിഡബിൾ കോൺട്രാക്ട്സ്. അപ്പം ഇത് വെൻ എ കോൺട്രാക്ട് ബിക്കം വോയിഡ് എന്ന് ചോദിച്ചാലും ഇതാണ് പറയേണ്ടത്. വെൻ എ കോൺട്രാക്ട് ബിക്കം വാലിഡ് എന്ന് ചോദിച്ചാലും ഇതാണ് പറയേണ്ടത്. എന്ത് ചെയ്യാം, കോൺട്രാക്ട് വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാലും ഇതാണ് പറയേണ്ടത്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നുകൂടെ പറയാം, ദർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 2 persons. One person makes the proposal and the other person accepting. One person cannot enter into contract with himself. രണ്ടാമത്തത് കൺസിഡറേഷൻ. The consideration must be a valid consideration. If the contract become valid if the consideration is a valid consideration. മൂന്നാമത് പറയുന്നു consensus ad idem, identity of minds. The parties having knowledge about the subject matter of the contract at the same time and at the same sense. നാലാമത് പറയുന്നു intention to create legal relationship. There must be an intention on the parties to create legal relationship between the other. രണ്ടു കൂട്ടർക്കും പരസ്പരം ഒരു നിയമപരമായുള്ള ബന്ധത്തിൽ ഏർപ്പെടാനുള്ള മുൻവിധിയോടെ തന്നെയാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത്, ആഗ്രഹത്തോടെയാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത്. പിന്നെ കപ്പാസിറ്റി ടു കോൺട്രാക്റ്റ്. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള യോഗ്യത. നമ്മൾ പറഞ്ഞു an idiot can on the basis of age, major person, minor person. A major person can enter a contract, but a minor person cannot enter a contract in his minority period. രണ്ടാമത്തെ പറഞ്ഞു പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. അതിൽ നമ്മൾ പറഞ്ഞു ഇഡിയറ്റ്സ്, ലുനാറ്റിക്സ്, ഡ്രങ്കാർഡ്സ്. അതിലൊരു കാര്യം പറയാൻ വിട്ടു വരുന്നേരത്താ. അതിൽ മൂന്നാമത്തെ കാറ്റഗറി നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. അതിൽ ഒന്നാമത്തെ പറയുന്നത് ആലിയൻ എനിമീസ്. ആലിയൻ എനിമി, ആലിയൻ ഫ്രണ്ട്. അപ്പോൾ ആലിയൻ എന്ന് പറഞ്ഞാൽ ഹു ഇസ് ആൻ ആലിയൻ? എ പേഴ്സൺ who is not a citizen of India. ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ, അത് വിദേശിയാണെങ്കിലും സ്വദേശിയാണെങ്കിലും, അയാൾ ഒഴികെ അയാളെ സംബന്ധിച്ചിടത്തോളം മറ്റേത് രാജ്യത്ത് ജീവിക്കുന്ന വ്യക്തിയും, അയാൾ ഇന്ത്യക്കാരനാണോ വിദേശിയാണോ ആരോ ആയിക്കോട്ടെ, അയാളെല്ലാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആലിയൻസ് ആണ്. ആലിയൻ. ഇപ്പോൾ നമ്മുടെ സിനിമ ആലിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയൊക്കെ വന്നിട്ട് അത് ഇന്ത്യ ലോകത്തുള്ളതല്ലാതെ മറ്റ് ഭൂഖണ്ഡത്തിൽ മറ്റ് ഇതിലേക്ക് ഭൂമിയിലല്ലാതെ മറ്റുള്ള ഇതിലേക്കുള്ള ജീവികളെ ആലിയൻസ് പറയും. ഇതല്ല. അക്കോർഡിംഗ് ടു ലോ ആലിയൻ ഈസ് എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ സബ്ജക്റ്റ് ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ റിപ്പബ്ലിക്കിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ ഇപ്പോഴുള്ള അല്ലാത്ത മറ്റേതൊരു രാജ്യത്തുള്ള ആളും അയാൾ ആലിയൻസ് ആണ്. ആലിയൻ മേ ബി എ ഫ്രണ്ട് ഓർ ആലിയൻ മേ ബി എൻ എനിമി. ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കൺട്രി, depending upon the country where that person is living now. അയാൾ ഇപ്പം ജീവിച്ചിരിക്കുന്ന രാജ്യം ഏതാണോ ആ രാജ്യവും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, അയാളെ ആലിയൻ എനിമിയാണോ ഫ്രണ്ടാണോ തീരുമാനിക്കുന്നത്. ആ രാജ്യവും ഇന്ത്യയുമായിട്ട് ശത്രുരാജ്യമായി പ്രഖ്യാപിച്ചിട്ട് ഇഫ് ദ വാർ ഈസ് ഡിക്ലയർഡ്, ഔട്ട് ബ്രേക്ക് ഓൺ ഓഫ് വാർ ഉണ്ടെങ്കിൽ, അദ്ദേഹം യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, ആ രാജ്യത്തെ ശത്രുരാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തെ എല്ലാ ജനങ്ങളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആലിയൻ എനിമീസാണ്. ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലെ ആളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആലിയൻ ഫ്രണ്ട്സ് ആണ്. An alien friend can enter into contact with Indian citizen, but an alien enemy cannot enter into contact with an Indian citizen. അപ്പോൾ ഇന്ത്യയുമായിട്ട് ശത്രുരാജ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ധാരാളം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ധാരാളം കോൺട്രാക്ട്സ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ ഈ ഇഷ്യൂസൊക്കെ നടക്കുമ്പോഴും ഇന്ത്യയിലേക്ക് വേണ്ട പഞ്ചസാര ഇതൊക്കെ പാകിസ്ഥാനിൽ യുദ്ധമേഖലയിൽ കൂടിയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ രാജ്യത്തെ ശത്രുരാജ്യമായി പ്രഖ്യാപിക്കുകയും ആ രാജ്യത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അത്തരം ഒരു രാജ്യത്തുള്ള ആൾക്ക് ഇന്ത്യയിലുള്ള ഒരാളുമായിട്ട് കോൺടാക്റ്റിൽ ഏർപ്പെടാൻ ഡിസ്ക്വാളിഫിക്കേഷൻ ഉള്ളൂ. ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ.
ഇനി അതിൽ രണ്ടാമത് പറയുന്നത് alien enemy cannot enter into contact with Indian citizen. രണ്ടാമത്തത് പറയുന്നത് persons foreign sovereigns diplomatic agents, മറ്റൊരു രാജ്യത്തിൻ്റെ പ്രതിനിധികളായിട്ട് ഇന്ത്യയിലേക്ക് വന്നിരുന്ന ആൾക്കാർ, ഫോറിൻ സോവറിൻസ്, ഡിപ്ലോമാറ്റിക് ഏജൻറ്റ്സ്, ഇന്ത്യയിലുള്ള മറ്റൊരു രാജ്യത്തെ ഹൈ കമ്മീഷണേഴ്സ്, നയതന്ത്ര പ്രതിനിധികൾ. ഇപ്പോൾ നമ്മൾ പേപ്പറിലൊക്കെ കാണാറുണ്ട് അറ്റാഷെ രാജ്യം വിട്ടു. UAE കോൺസുലേറ്റിലുള്ള ആൾക്കാരൊക്കെ UAE തിരിച്ചു വിളിച്ചു. അപ്പോൾ UAE കോൺസുലേറ്റിൽ വർക്ക് ചെയ്യുന്ന UAE-കാരായിട്ടുള്ള ആൾക്കാരൊക്കെ എന്താണ്, അത് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ വരുന്ന ആൾക്കാരാണ്. അത്തരം ആൾക്കാർ ഇന്ത്യയിലുള്ള ഒരാളുമായിട്ടും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് വാലിഡ് കോൺട്രാക്റ്റ് ആവില്ല. അപ്പോൾ മറ്റു രാജ്യത്തിൻ്റെ പ്രതിനിധികളായിട്ട് ഇവിടെ വരുന്ന ആൾക്കാർ, അവരുടെ നയതന്ത്ര പ്രതിനിധികൾ, ഫോറിൻ സോവറിൻസ്, ഡിപ്ലോമാറ്റിക് ഏജൻറ്റ്സ്, ദേ ആർ എൻജോയിങ് സർട്ടൻ ഇമ്മ്യൂണിറ്റി പവേഴ്സ്. ഇന്ത്യയിലെ നിയമം വെച്ചിട്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിലെ നിയമം വെച്ചിട്ട് അവർ ഏതെങ്കിലും കാര്യത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റി അല്ലാതെ സിവിൽ ആക്ടിവിറ്റിക്കോ ഡിഫോമേഷനോ എന്തിനു വേണമെങ്കിലും അയാൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കണമെങ്കിൽ അയാൾ ഏത് രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ടാണോ ഇവിടെ വന്നിരിക്കുന്നത് ആ രാജ്യത്തിൻ്റെ മുൻകൂർ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ ഗവൺമെൻറ്റിന് അയാൾക്കെതിരെ നടപടി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ UAE-യുടെ അറ്റാഷെ, UAE പ്രതിനിധിയായിട്ട് ഇവിടെ വന്നാൾ, അയാൾ UAE-യുടെ ഇവിടുത്തെ പ്രതിനിധി അയാൾ പോയി കഴിഞ്ഞപ്പോൾ ഇടവേളകളിലായിരുന്നു നയതന്ത്രമായിട്ട് എന്ത് ചെയ്യുക ഈ സ്വർണ്ണക്കടത്തൊക്കെ നടന്നത്. അപ്പോൾ അറ്റാഷെ എന്ന് പറഞ്ഞ ആൾ ഈ സംഭവം നടക്കുമ്പോൾ അയാളെ രാജ്യം തിരിച്ചു വിളിച്ചു. അയാൾക്കെതിരെയുള്ള അന്വേഷണം UAE-യിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാളെ ശിക്ഷിക്കാനുള്ള അധികാരം UAE ഗവൺമെൻറ്റാണ്. അയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് UAE ഇന്ത്യക്ക് വിട്ടുതരണം, എങ്കിൽ മാത്രമേ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റു രാജ്യത്തിൻ്റെ നയതന്ത്ര പ്രതിനിധികളായിട്ടോ ഡിപ്ലോമാറ്റിക് ഏജൻറ്റ്സ് ഓർ ഫോറിൻ സോവറിൻസ്, മറ്റു രാജ്യത്തിൻ്റെ ഭരണകാരികൾ, ഇവർക്കൊന്നും ഇന്ത്യയിൽ ഒരാളുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. ദേ ആർ എൻജോയിങ് സർട്ടൻ ഇമ്മ്യൂണിറ്റി പവേഴ്സ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ ആണ്. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി പറയുന്നു കൺവിക്ട്സ് എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യം ചെയ്ത ആൾ. എ കൺവിക്ട് കനോട്ട് എൻ്റർ എ കോൺട്രാക്ട് ഡ്യൂറിങ് ഇസ് പീരിയഡ് ഓഫ് കൺവിക്ഷൻ. ഒരു കുറ്റവാളിക്ക് അയാൾ കുറ്റത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചിട്ട് ജയിലിൽ കിടക്കുന്നോടത്ത് കാലം, വെൻ ഹീസ് അണ്ടർ പ്രിസൺ, ആ ടൈമിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. ഹീ ക്യാൻ എൻ്റർ ഇൻ എ കോൺട്രാക്ട് വെൻ ഹീ അലൗസ് ടിക്കറ്റ് ഓഫ് ലീവ്, പരോൾ. നമ്മൾ പരോൾ എന്ന് പറയുന്നത് ഈ പരോളിനാണ് എന്ന് പറയുന്നത് ടിക്കറ്റ് ഓഫ് ലീവ്. അയാൾ പരോളിൽ ഇറങ്ങിയിരിക്കുന്ന സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യാം, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അയാൾ ജയിലഴിക്കുള്ളിലിരിക്കുന്ന സമയത്ത് ഹീസ് ഡിസ്ക്വാളിഫൈഡ് ടു എൻ്റർ ഇൻ എ കോൺട്രാക്ട് വിത്ത് എനി പേഴ്സൺ ഇൻ ഇന്ത്യ. അങ്ങനത്തെ ഒരാളുമായിട്ടും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോൺട്രാക്റ്റിലും ഏർപ്പെടാൻ പറ്റില്ല. അയാൾ ലീവ് പരോളിൽ ഇറങ്ങിയിരിക്കുന്ന സമയത്ത് അയാൾക്ക് ചെയ്യാം. നാലാമത്തെ പറയുന്നത് ഇൻസോൾവെൻസ്. ഹു ഈസ് എൻ ഇൻസോൾവെൻറ്റ്? ഒരാളുടെ അസറ്റ്സ്, ഇഫ് ദാറ്റ് അസറ്റ്സ് ആർ ഇൻസഫിഷ്യൻറ്റ് ടു ക്ലിയർ ഹിസ് ലയബിലിറ്റീസ്, അയാളുടെ ലയബിലിറ്റീസ് ക്ലിയർ ചെയ്യാൻ അയാളുടെ അസറ്റ്സ് ഇൻസഫിഷ്യൻ്റ് ആണെങ്കിൽ, അപ്പോൾ ഒരാൾക്ക് 10 ലക്ഷം രൂപയുടെ ആസ്തിയും 1.5 കോടിയുടെ ലയബിലിറ്റി ഉണ്ട്. ഈ 10 ലക്ഷം കൊണ്ട് 1.5 കോടിയുടെ ലയബിലിറ്റി തീർക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ സിറ്റുവേഷനിൽ അയാൾക്ക് എന്ത് ചെയ്യാം, കോടതിയെ സമീപിക്കാം. എൻ്റെ അസറ്റ്സ് ആർ ഇൻസഫിഷ്യൻറ്റ് ടു ക്ലിയർ മൈ ലയബിലിറ്റീസ്, എന്നെ പാപ്പരായി പ്രഖ്യാപിക്കണം. എ പേഴ്സൺ ഇസ് ഡിക്ലെയർഡ് ആസ് ഇൻസോൾവെൻറ്റ് ബൈ ദ കോർട്ട് അറ്റ് ഹിസ് ഓൺ റിക്വസ്റ്റ്. എന്നെ പാപ്പരായി പ്രഖ്യാപിക്കണമെങ്കിൽ ഞാൻ കോടതിയോട് അപേക്ഷിക്കണം. എന്ത് ചെയ്യാം, എൻ്റെ പേരിൽ കുറേ മൾട്ടിപ്പിൾ കേസസ് വരുവാണ്, ചെക്ക് കേസും സാമ്പത്തിക വിനിമയത്തിൻ്റെ കേസൊക്കെ വരുമ്പോൾ ഞാൻ കോടതിയോട് പറയാണ് എനിക്കിതൊന്നും കൊടുത്തു തീർക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. സോ ദ കോർട്ട് മേ ഹംബ്ലി റിക്വസ്റ്റ് ചെയ്യുന്നു, ദ കോർട്ട് മേ ഡിക്ലെയർ മീ ആസ് എൻ ഇൻസോൾവെൻറ്റ്. മറ്റൊരു എന്ത് ചെയ്യുക, ഇതിൽ ഇൻസോൾവെൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, എന്നെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ കോടതിയെ സമീപിക്കണം. അപ്പോൾ എന്നെ ലയബിലിറ്റി എന്നുള്ള ഒഴിവാകുന്നു. എന്നെ എന്ത് ചെയ്യാം, ജയിലിൽ അടക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷേ ഈ ലയബിലിറ്റി എനിക്ക് ക്ലിയർ ചെയ്യേണ്ടില്ല. എനിക്ക് എന്തെങ്കിലും ഈ പ്രോപ്പർട്ടീസ് വരുമ്പോൾ ഈ ലയബിലിറ്റി ക്ലിയർ ചെയ്താൽ മാത്രമേ ഇൻസോൾവെൻസി എന്നുള്ള ആ ബാർ എനിക്ക് എടുത്തു കളയാൻ പറ്റുള്ളൂ. എൻ്റെ മേലിൽ ആ ഇൻസോൾവെൻസി എന്നുള്ള ആ ഒരു ഡിസബിലിറ്റി എടുത്തു കളയണമെങ്കിൽ ഈ ലയബിലിറ്റി ഒക്കെ ഞാൻ പിന്നീട് ക്ലിയർ ചെയ്യണം. അപ്പോൾ ഇഫ് എ പേഴ്സൺ ഇസ് ഡിക്ലെയർഡ് ആസ് ഇൻസോൾവെൻറ്റ്, സാറിന് സിനിമയിലൊക്കെ നമ്മൾ കാണും, എന്ത് ചെയ്യുക, സിനിമയിലൊക്കെ പല കഥകളിലും കണ്ടിട്ടുണ്ട്. കാരണം ഭർത്താവ് ഭാര്യയുടെയും മക്കളുടെയും മരുമക്കളുടെയും പേരിൽ പ്രോപ്പർട്ടിയൊക്കെ എഴുതി മാറ്റിയിട്ട് കേസുകൾ വരുന്നതിന് പകരം ഇൻസോൾവെൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി കോടതി കൊടുക്കുന്നതൊക്കെ. ഇപ്പോഴതൊന്നും പറ്റില്ല. ഇപ്പോൾ ഇൻസോൾവെൻ്റ് ആയിട്ട് ജെന്യൂൻ ആണെന്ന് ഗവൺമെൻറ് കോടതിക്ക് ബോധ്യപ്പെടണം.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻസോൾവെൻ്റ് ആയി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇയാളൊരു പാപ്പരാണ്, ഇയാൾ ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യനാണ്, ഇയാൾക്ക് ഒരു കോൺട്രാക്റ്റിലും ഒരാളുമായിട്ട് ഏർപ്പെടാൻ പറ്റില്ല ഇൻ ഹിസ് ഇൻസോൾവൻസി പീരിയഡ്. പിന്നെ അടുത്ത പറയുന്നത് വളരെ 1935 വരെയുള്ള ഒരു കേസായിരുന്നു. 1935 വരെ നമ്മൾ പറയുന്നത് മാരിഡ് വുമൺ, a woman, whether she is married, she cannot enter into a contract at his own name, at her own name. ഒരു മാരീഡ് വുമണിന് അവരുടെ സ്വന്തം പേരിൽ 1935 ഒരു പാർലമെൻറ്റ് അമെൻമെൻറ്റ് വരുന്നവരെ എന്തില്ല, ഇത് അവർക്ക് അവരുടേതായ പേരിൽ എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ലായിരുന്നു. A woman, whether she is married, her husband is liable for all the activities of his wife. വൈഫ് ചെയ്യുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങൾക്കും എല്ലാ ബാധ്യതകൾക്കും ഹസ്ബൻഡും കൂടെ ലയബിളായിരുന്നു മാരീഡ് വുമൻ്റെ കേസിൽ. അപ്പോൾ ഇത്രയും കാറ്റഗറിയിൽ ആൾക്കാർ പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ ആണ്. അതിനോട് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, അതും കൂടെ അതിനോട് ചേർക്കുക. ഇനിയിപ്പോൾ നമ്മളെടുത്ത് പറഞ്ഞത് ദ കൺസെൻറ്റ്, ഫ്രീ കൺസെൻറ്റ്. എ കോൺട്രാക്ട് ബിക്കം വാലിഡ് ഇഫ് ദ കൺസെൻറ്റ് ഇസ് ഫ്രീ കൺസെൻറ്റ്. എ കൺസെൻറ്റ് ബിക്കം ഫ്രീ if it is not caused through coercion, undue influence, misrepresentation and fraud. മനസ്സിലായല്ലോ? അടുത്തത് ദ ഓബ്ജക്റ്റ് മസ്റ്റ് ബി ലോഫുൾ ഓബ്ജക്റ്റ്. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്? ദാറ്റ് ഇസ് ദ ഓബ്ജക്റ്റ് ഓഫ് ദ കോൺട്രാക്ട്. ആ ഓബ്ജക്റ്റ് എന്തായിരിക്കണം? ലോഫുൾ ഓബ്ജക്റ്റ് ആയിരിക്കണം. ആ ഓബ്ജക്റ്റ് ലോഫുൾ ഓബ്ജക്റ്റ്, നിയമവിധേയമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ ലോഫുൾ ഓബ്ജക്റ്റ് ആയിരിക്കണം. പിന്നെ അടുത്ത് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ഡിക്ലെയർഡ് ആസ് വോയിഡ്. ഇവിടെ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഓബ്ജക്റ്റ് ഉണ്ടല്ലോ, ദാറ്റ് ഷുഡ് നോട്ട് ബി ഡിക്ലെയർഡ് ആസ് വോയിഡ്. അപ്പോൾ നമ്മൾ ഏർപ്പെടുന്ന ചില നിയമപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ പെട്ടിരിക്കുന്ന എന്തെങ്കിലും ആണെങ്കിൽ, ഓബ്ജക്റ്റ് ആണെങ്കിൽ, നമ്മളതിൽ പറഞ്ഞു റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്, റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്, അതിലേതെങ്കിലും ഒന്നിന് വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ ദാറ്റ് കോൺട്രാക്റ്റ് ഇസ് ഡിക്ലെയർഡ് ആസ് വോയിഡ്. ഒരാളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണത്. ഇനി 9ാമത്തെ പോയിന്റ്, പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഒരു കോൺട്രാക്ട് അത് വാലിഡ് കോൺട്രാക്റ്റ് ആണെങ്കിൽ അവിടെ ഓബ്ജക്റ്റ് ചെയ്യാമെന്ന് പറയുന്ന കാര്യം അത് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ഇമ്പോസിബിൾ ഫോർ പെർഫോമൻസ്. പെർഫോം ചെയ്യാൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. പോസിബിൾ ആയിരിക്കണം. പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി, ഒരു മനുഷ്യനാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ മാത്രമേ ഏർപ്പെടാൻ പറ്റുള്ളൂ. നമ്മുടെ ഇഫ് ഇറ്റ് ഇസ് ബിയോണ്ട് ദ പവർ, വിസ് മേജർ ആക്ട് ഓഫ് ഗോഡ്, ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് മെൻ, മനുഷ്യൻ്റെ കൺട്രോളിന് അപ്പുറത്തോട്ടുള്ളതാണെങ്കിൽ എന്തായിരിക്കണം? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പെർഫോം. ആൻഡ് ദ വെരി ലാസ്റ്റ് പോയിന്റ്, ലീഗൽ ഫോർമാലിറ്റീസ്. ലീഗൽ ഫോർമാലിറ്റീസ്. അപ്പോൾ ഈ ലീഗൽ ഫോർമാലിറ്റീസ് പ്രത്യേകിച്ച് പറയണമെങ്കിൽ രേഖകൾ ഉണ്ടാവേണ്ടതാണ്. ഇന്ന രേഖകൾ എന്ന് പറയണമെങ്കിൽ ആ ലീഗൽ ഫോർമാലിറ്റീസ് അതും കൂടെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, വണ്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ RC ബുക്കും ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന പോലെ, സ്ഥലം രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ്സ് രജിസ്റ്റർ ഓഫീസ് രജിസ്റ്റർ ചെയ്യുന്ന പോലെ ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ ആ ലീഗൽ ഫോർമാലിറ്റീസ് നിർബന്ധമായിട്ടും ഫുൾഫിൽ ചെയ്തിരിക്കണം. ഈ 10 കണ്ടീഷൻസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു എഗ്രിമെൻറ്റ് അത് ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എങ്കിൽ that become a void contract. void ആണ്. അപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം, നമ്മൾ പറയുന്നത് എന്താ, ഇതിൽ എഗ്രിമെൻറ്റ്സ്, all agreements are contracts but all agreements are not contracts but all contracts are agreements. അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് വാലിഡ് കോൺട്രാക്റ്റ് ആവണം. അപ്പോൾ അതിൽ when it become valid, ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പഠിക്കണം. ഈ ചാപ്റ്ററിൽ ഈ പോയിന്റ്സ് ആണ് അടുത്ത 10 ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യുക, 10 പോയിന്റ്സ് ആയിട്ട് കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അന്തസത്താണ്. ഇത് കൃത്യമായൊരു ചെറിയൊരു എന്താ പറയുക ഒരു എസൻസ് ആണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനങ്ങോട്ടുള്ള 10 ചാപ്റ്ററിലും പറയേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. 10 ചാപ്റ്ററിലെ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ 10 ചാപ്റ്റർ ഇനിയിപ്പോൾ എന്താ, ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോമിലാണ് പഠിക്കുന്നത്. പുതുതായിട്ട് ഒരു പോയിന്റും പഠിക്കാനില്ല. ഇത് എങ്ങനെയൊക്കെ എന്നുള്ളത് മാത്രമേ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് ഈ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടാണ്. 4 ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഡിഫൈൻ കോൺട്രാക്ട്, വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട്, അല്ലെങ്കിൽ വാട്ട് ഈസ് കോൺട്രാക്ട്, എന്ത് ചെയ്യാം, വെൻ എ കോൺട്രാക്ട് ബിക്കം വാലിഡ്. പിന്നെ നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട 4 ഷോർട്ട് എസ്സേസ്, consensus ad idem, identity of minds, what is free consent, when a consent become free, what do you mean by lawful object, when an object become unlawful, പിന്നെ who are the persons capable to enter into a contract. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ വേണ്ടത്. ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. അടുത്ത ദിവസം ഞാനിതിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ.